ടാറിങ് പൂർത്തിയായിരിക്കുന്നത്. എത്രത്തോളം താഴ്ന്ന പ്രദേശമായിരുന്നെന്ന് കാണിച്ചു തരാം. എന്താ വയലേരിയ ആയിരുന്നു ഇത്, കംപ്ലീറ്റ് വയലേരിയ ആണ്. അവിടെ നല്ല ആഴത്തിലാണ് ഡ്രിൽ ചെയ്യുന്നത് കേട്ടോ. അത് 3.5 മീറ്ററോ ഒരിക്കൽ ഞാൻ ഹായ് ഫ്രണ്ട്സ്, ആറ്റിങ്ങൽ ബൈപ്പാസിലെ ഏറ്റവും പുതിയ കാഴ്ചകളുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നമ്മളിന്ന് ഇവിടുന്നാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. കീഴാറ്റിങ്ങൽ ഭാഗത്ത് വരുന്ന പാലമാണ് ആ കാണുന്നത്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ഇതുവഴി കയറി കല്ലമ്പലം ഭാഗത്തേക്കുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. എല്ലാ പ്രാവശ്യം കല്ലമ്പലത്തിൽ ഇങ്ങോട്ടല്ലേ, ഇത് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചങ്ങോട്ട് പോവുകയാണ്. അത് നമുക്ക് പാലത്തിൻ്റെ പണികൾ നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ അപ്പർ സൈഡിൽ ഗഡറുകൾ സ്ഥാപിച്ചായിട്ട് മാത്രമേ എപ്പോഴും കാണുന്നുള്ളൂ. 2, 4, 6, 8, 10 ഗഡറുകൾ മാത്രമേ എപ്പോഴും സ്ഥാപിച്ചിട്ടുള്ളൂ. പുതിയ ഗഡറുകളൊന്നും സ്ഥാപിച്ചു തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതുപോലെ മാത്രമേ ഉള്ളൂ ഈ പാലത്തിൻ്റെ കാഴ്ചകൾ കേട്ടോ. പുതിയ ഗഡറുകളൊന്നും സ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തിരിച്ച് വീഡിയോ തുടങ്ങാം. എൻ്റെ പൊന്നേ, ഇവിടെ പല മണ്ണുണ്ട് കേട്ടാ. നേരെ ഇപ്പം 6 ഇഞ്ചിനേ ഉള്ളല്ലോ വന്ന് 6 ചെറുതായി. ഇപ്പോൾ ഈ മണ്ണ് മാറ്റും, അല്ലെങ്കിൽ മഴയത്ത് വലിയ രീതിയിൽ വെള്ളം കയറും ഇവിടെയൊക്കെ. ഈ ഗഡറുകൾ ഇങ്ങോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ക്രെയിൻ വരാൻ വേണ്ടിയിട്ടാണ് ഈ മണ്ണിങ്ങനെ ഇട്ട് നിറയ്ക്കുന്നത്. അപ്പോൾ ഈ ഗഡറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർ മണ്ണ് ഇവിടുന്ന് നീക്കം ചെയ്യും കേട്ടോ. ഈ മഴയത്തെത്തുന്ന മുമ്പ് ഗഡറുകൾ സ്ഥാപിക്കണം അല്ലേ. ഈ കുന്ന് മൊത്തം ഇടിച്ച് താക്കണം കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ ഇടിച്ച് താക്കണം. എന്നിട്ട് അതിനുശേഷം നല്ല ഹൈറ്റ് കാണും, അത് ഇടിഞ്ഞ് വീരായിരിക്കാനുള്ള പരിപാടികൾ ചെയ്യണം. അങ്ങനെ ഇവിടെ നല്ല അത്യാവശ്യം നല്ല വർക്കുള്ളൊരു സ്ഥലമാണ്. ജോലി വേണ്ട. മഴ പൊടിയുന്നു, നല്ല വെയിലാണല്ലോ, മഴ പൊടിയത്. ഫ്രണ്ട്സ്, ഇവിടെ വീണ്ടും ഒരുപാട് ഇടിച്ച് താത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കയറി പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ കറങ്ങിയാണ്ട് ഇതുവഴിയാണ് വന്നത് ഞാൻ കേട്ടോ. ഇവിടെയൊക്കെ ഇടിച്ച് താത്തു. വീണ്ടും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതിനൊക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഇത്രയും ഇടിച്ചിട്ടില്ലായിരുന്നു ഈ സർവീസ് റോഡിൻ്റെ ഈ ഭാഗം. ഇത് സർവീസ് റോഡാണ്, അത് വീണ്ടും നല്ല രീതിയിൽ ഇടിച്ച് താത്തിട്ടുണ്ട്. അല്ല, ഈ മാവ് വയ്ക്കുന്നതിനെ കൊണ്ടായിരിക്കും അവിടെ ഒരു പോസ്റ്റ് ഇപ്പോൾ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും ഭാഗം ഇടിച്ച് താക്കാത്തത്. ആ പോസ്റ്റ് മാറ്റിയതിന് ശേഷം വീണ്ടും ഇടിച്ച് താക്കും. ഇത് ഇടിച്ച് താക്കുന്നതനുസരിച്ച് ഈ പൈപ്പ് അവർ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് താഴോട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ മണ്ണ് ഇടിച്ച് ഭൂമി ഇടിച്ച് താക്കുന്നുണ്ട്. താക്കേണ്ടി വരും, എങ്കിൽ ആ നിരപ്പ് ഇട്ടു, ലെവൽ ഇട്ടു. വാവ്, ഇതേ നിരപ്പിന് താഴോട്ട് ഇടിച്ച് താക്കേണ്ടി വരും കേട്ടോ. ഇതേ നിരപ്പിനായിരിക്കും റോഡ് താഴോട്ടും പോകുന്നത്, അവിടെ ഇടിച്ച് താക്കണം. ഇതേ നിരപ്പിന് മെയിൻ റോഡ് കംപ്ലീറ്റ് നിരപ്പിനാണ് പോകുന്നത്. സർവീസ് റോഡ് ഇങ്ങനെ കയറി ഇറങ്ങിയും പോവും. ഇവിടെ ഓക്കെ, അടിപൊളിയായി അല്ലേ. ഒരുപാട് പണിയുണ്ട് ഈ ഭാഗത്ത് കേട്ടോ. ഞായറാഴ്ചയാണ് വീഡിയോ എടുക്കുന്നത്.
മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. ഇവിടെ ഒരു ഓവർപാസ് വരും. ഞാൻ ഇതുവഴിയാണ് ആലങ്കോട് താഴെ കറങ്ങി തിരിഞ്ഞ് ഇതുവഴിയാണ് കയറി വന്നത്. എനിക്ക് വഴി തെറ്റിപ്പോയി. ഇതുവഴിയാണ് ഞാൻ കയറി വന്നത്. ഇവിടുന്നാണ് പിന്നെ അങ്ങോട്ട് പോയിട്ട് പിന്നെ അവിടുന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ താഴുന്നുണ്ട് കേട്ടോ. വീണ്ടും ഇവിടെ ഓവർപാസ് വരും. അതിൻ്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. പണിയൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. കേട്ടോ, വീണ്ടും നല്ല ഇടിച്ച് കാത്തിട്ടുണ്ടായിരുന്നു. മുമ്പേ ഈ ഗഡർ ഇരിക്കണില്ലേ, ആ ലെവലിനായിരുന്നു ഇടിച്ച് കാത്തത്. വീണ്ടും അത്രത്തോളം വീണ്ടും താത്തിട്ടുണ്ട് ഇടിച്ച്. ഇവിടെയൊക്കെ വലിയ കുന്നുകളായിരുന്നു. ആ കുന്നൊക്കെ ഇടിച്ച് ഫ്രണ്ട്സ് നമ്മളങ്ങനെ പാലാങ്കോണം എത്താറായിട്ടുണ്ട്. പാലാങ്കോണം എത്തുന്നതിന് മുമ്പുള്ള കാഴ്ചയാണ്. സർവീസ് റോഡ് രണ്ട് ഭാഗത്തും ഹൈറ്റിലാണ് പോകുന്നത് കേട്ടോ. ഇപ്പം നമുക്ക് നേരെ പോകാം. മുമ്പേ സർവീസ് റോഡ് വഴിയേ പോകുമായിരുന്നു. ഇവിടെ ഒന്നും പോകാൻ പറ്റില്ലായിരുന്നു. ഇത്രയൊന്നും ഇടിച്ച് താത്തിട്ടില്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ നല്ല രീതിയിൽ ഇടിച്ച് താത്ത് ഇപ്പം വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടുണ്ട്. നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ. റൈറ്റ് സൈഡിൽ നമുക്ക് ഇത് ഇടിഞ്ഞ് താഴാതിരിക്കാൻ അവിടെ ഈ സംഗതി ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരറിയത്തില്ല. ഡ്രില്ല് ചെയ്തിട്ട് അതിനകത്ത് കോൺക്രീറ്റ് നിറയ്ക്കും. 1 2 3 ഹൈറ്റിലായിട്ട് ഡ്രില്ല് ചെയ്യും ഇങ്ങനെ. എന്നിട്ട് അതിനകത്ത് കോൺക്രീറ്റ് തിരിക്കും. അതിൻ്റെ കൂടെ ഒരു കമ്പി വെച്ച് കോൺക്രീറ്റ് നിറയ്ക്കും. അത് ഇപ്പുറത്തും ചെയ്യും കേട്ടോ. ചെയ്തേ പറ്റൂ. കാരണം ഇതൊക്കെ കട്ടി കുറഞ്ഞ മണ്ണാണ് കേട്ടോ. നല്ലൊരു മഴ പെയ്യപ്പോൾ ഇടിഞ്ഞ് വീഴാനുള്ള സാധ്യതയുള്ള പ്രദേശങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ അതിൻ്റെ വർക്കുകൾ ആവശ്യമുണ്ട്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് മാറി കണ്ട. നമ്മൾ കഴിഞ്ഞ വീഡിയോ എടുത്തതിനേക്കാളും ഒരുപാട് വർക്ക് പുരോഗമിച്ചിട്ടുണ്ട്. ഇടിച്ച് താത്തിട്ടുണ്ട്. അതേപോലെ തന്നെ തറ നിരപ്പാക്കിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഇതുവഴി നേരെ പോകാൻ പറ്റില്ലായിരുന്നു. സർവീസ് റോഡ് വഴി പോകാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമ്മൾ പാലാങ്കോണം എത്താറായിട്ടുണ്ട്. ഇവിടെ നല്ല താഴ്ചയുള്ള പ്രദേശമായിരുന്നു. അവിടെ ഇങ്ങനെ കെട്ടി പൊക്കി മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇവിടെ ഇലക്ട്രിക് ലൈൻ വലിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കേബിളാണ് വലിച്ചിരിക്കുന്നത്. ഓ, എപ്പം വന്നാലും ഞാനിവിടെ നോക്കും. എന്തോ ഒരു ആഴത്തിലാണ്, നിറച്ച് വെള്ളമാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും വെള്ളമാണ്. നല്ല ഊറ്റുള്ള പ്രദേശമാണ് കേട്ടോ. ഭയങ്കര ഹൈറ്റിലാണ് ആ വീട് നിൽക്കുന്നത്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര പൊക്കമൊക്കെ. വീണ്ടും ഇടിച്ചാത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ താഴും. കാരണം അപ്പുറത്ത് ഇറക്കമാണ്. അപ്പോൾ ആ ഇറക്കം നിരപ്പാകാൻ വേണ്ടി ഇവിടെ നല്ല രീതിയിൽ താഴും. അപ്പോൾ ഇടിച്ചു കാത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം പാലങ്കോണത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഓവർപാസാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ നിർമ്മാണമൊന്നും തുടങ്ങിയിട്ടില്ല. ഇവിടെയൊക്കെ നിർമ്മാണം അത്യാവശ്യമായിട്ട് തുടങ്ങേണ്ടതാണ്. മഴക്കാലമായി 10 ദിവസത്തിനകം മഴ പെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്, വലിയ രീതിയിലുള്ള. അപ്പോൾ നല്ല രീതിയിൽ നിർമ്മാണം തുടങ്ങിയിട്ടില്ലെങ്കിൽ മണ്ണിടിഞ്ഞ് താഴും കേട്ടോ. ഫ്രണ്ട്സ്, ഇവിടെ നമുക്ക് ആ മണ്ണിടിഞ്ഞ് താഴാതിരിക്കാനുള്ള നിർമ്മാണം നടക്കുന്നുണ്ട്. ഡ്രില്ല് ചെയ്തിട്ട് അതിനകത്ത് കോൺക്രീറ്റ് നിറയ്ക്കുന്ന പരിപാടി കണ്ട ഈ ഭാഗത്തും നടക്കുന്നുണ്ട് കേട്ടോ.
ഇവിടുന്നുള്ള കാഴ്ച സൂപ്പർ അല്ലേ. ഇതിന് മുമ്പ് എങ്ങനെയായിരുന്നെന്ന് ആലോചിക്കാനേ പറ്റുന്നില്ല. അത് മൈൻഡിൽ നിന്ന് പോയി. ഞാൻ വീഡിയോ കണ്ടാലേ മനസ്സിലാവും, പഴയ വീഡിയോ കണ്ടാലേ. ഇവിടെയൊക്കെ മണ്ണിട്ട് ഇനിയും കുറേയും കൂടെ മണ്ണിട്ട് ഉയർത്തണം, അതേ ലെവലിന് വരണം കേട്ടോ. എത്രത്തോളം താഴ്ന്ന പ്രദേശമായിരുന്നെന്ന് കാണിച്ചു തരാം. എന്താ വയലേരിയ ആയിരുന്നു ഇത്, കംപ്ലീറ്റ് വയലേരിയ ആണ്. അവിടെയാണ് ഇത്ര ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തി, കെട്ടിപ്പൊക്കി മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നത്. ഒരു പോത്തുകുട്ടങ്ങൾ അവിടെ അർമാദിക്കുന്നുണ്ട്. പോത്തിന് വെള്ളം കിട്ടിയ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇത്രയും താഴ്ന്നു നടന്ന പ്രദേശമാണ് ഇത്രയും ഉയരത്തിലാക്കിയിരിക്കുന്നത്. ഇവിടെയൊക്കെ മഴയത്ത് നല്ല രീതിയിൽ വെള്ളം കയറുന്ന സ്ഥലമാണ്. വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യങ്ങളും ഒരു കൃത്യമായിട്ട് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ അടവടലം ബീജിയാവും. അതൊക്കെ ചെയ്യും. നമ്മളത് ഇപ്പോഴേ പറയേണ്ട കാര്യമില്ലല്ലോ, അത് അവർക്കറിയാമല്ലോ. നമ്മളെക്കാളും കൃത്യമായിട്ട് അവർക്കറിയാം. ഇവിടെ വാട്ടർ ക്രോസിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പണി പെൻഡിങ് ആണ്. ഇവിടെ മിക്കവാറും ചെറിയൊരു പാലം പോലെ കെട്ട് നല്ല രീതിയിൽ വാട്ടർ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് ആ ഭാഗം. നമ്മളിപ്പോൾ MLA പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ MLA പാലത്തിൻ്റെ അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ ഒരു 200-250 300 മീറ്ററിനകം അടുത്ത മറ്റൊരു അണ്ടർപാസ് ഉണ്ട്. അത് ചെറിയൊരു അണ്ടർപാസ്സാണ്. ആദ്യത്തെ പ്ലാനിൽ ഇല്ലായിരുന്നു, പിന്നെയാണ് അവിടെ വീണ്ടും ഒരു അണ്ടർപാസ് വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ റോഡ് ഇതേ ഹൈറ്റിലായിരിക്കും, അതേ ഹൈറ്റിൽ തന്നെ ആയിരിക്കും പൊങ്ങി പോകുന്നത്. ആ അണ്ടർപാസ് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ റോഡ് താഴുന്നത്. RDS കമ്പനി കംപ്ലീറ്റ് ഫോക്കസ് ചെയ്യുന്നത് ഈ ബൈപ്പാസാണ്, ആറ്റിങ്ങൽ ബൈപ്പാസാണ്. പക്ഷെ അതും കുഴപ്പമില്ലാത്ത ഫാസ്റ്റിലാണ്. പക്ഷെ മറ്റു ഭാഗങ്ങളിലൊക്കെ കംപ്ലീറ്റ് ശോകമാണ്. ഇത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ അവർ അങ്ങോട്ട് പോകുന്നത്. ആറ്റിങ്ങൽ ബൈപ്പാസ് മറ്റൊരു കമ്പനിക്ക് കൊടുക്കാമായിരുന്നു, 2 കമ്പനിക്ക് കൊടുക്കാമായിരുന്നു. മെയിൻ റോഡ് തിരുവനന്തപുരം ജില്ലയുടെ മറ്റു ഭാഗങ്ങൾ മറ്റൊരു കമ്പനിക്കും, ആറ്റിങ്ങൽ ബൈപ്പാസ് വേറൊരു കമ്പനിക്കും കൊടുക്കാമായിരുന്നു അല്ലേ. ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അണ്ടർപാസിൻ്റെ ഭാഗമായി ഉണ്ട്. ഇവിടെ മണ്ണിട്ടൊക്കെ ഉയർത്തി ഇത്ര ഉയർത്തി ലെവലാക്കിയിട്ടുണ്ട്. ഓ അവിടെ താർ ചെയ്ത്, ഓ ഹോ ഹോ ഹോ, ഇത് മുമ്പ് താർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ. തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് തിരിഞ്ഞു പോയതാട്ടാ. അടിപൊളി. ഇവിടെ സർവീസ് റോഡും മെയിൻ റോഡൊക്കെ ഒരേ ലെവലിലാണ്. കുറച്ച് വീണ്ടും അവിടെ ഒരു അണ്ടർപാസ് വരുന്നതിനെ കൊണ്ട് തന്നെ റോഡ് കുറച്ച് ഉയരും.
ഭാഗത്തൊക്കെ വാഹനം പഠിക്കാൻ വരുന്നവർക്ക് നല്ലതാണ് കേട്ടോ. ഞായറാഴ്ചയൊക്കെ പണി ഇല്ലാത്ത സമയമാണ്, പണികൾ കുറവാണ്. ഒരു വാഹനം ഓടിച്ച് പഠിക്കാൻ ഇഷ്ടംപോലെ പേര് ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഇവിടെ പുതിയതായിട്ട് താർ ചെയ്ത് ഇതൊരു അണ്ടർ പാസ്സാണ് കേട്ടോ, ചെറിയൊരു അണ്ടർ പാസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത വീഡിയോയിൽ ഇവിടെ താറിങ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോഴും വീഡിയോ എടുത്തതിനെ കൊണ്ട് പ്രയോജനം ഉണ്ടായി, പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ എൻഡ് ആവാറായിട്ടുണ്ട്, ആയങ്കോണത്ത് എത്താറായിട്ടുണ്ട്. എത്താറാവുന്നതിന് മുമ്പ് ആയങ്കോണത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത ഉടനെ ആറ്റിങ്ങൽ ബൈപ്പാസ് താർ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇവിടുത്തെ പണി ഇത്രത്തോളം പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. 3 ഭാഗത്താണ് ഫസ്റ്റ് ലെയർ താറിങ് പൂർത്തിയായിരിക്കുന്നത്. പാവം, ഇവർക്ക് ഇനി ഇത്രയും സ്പീഡ് പോരാ, ഇതിനേക്കാളും കുറച്ചും കൂടെ സ്പീഡിലായാൽ മാത്രമേ മറ്റു ഭാഗത്തും ഇതേ കമ്പനിയാണ് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ ബൈപ്പാസ് ഒഴിച്ച്. അപ്പോൾ അവിടെയും ഇതേപോലെ പണി പൂർത്തീകരിക്കണം. ഇവിടുത്തേക്ക് സർവീസ് റോഡൊക്കെ താർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഭാഗം പുതിയതായിട്ട് താർ ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്ത് ഉടനെ താറിങ് തുടങ്ങുന്നതായിരിക്കും കേട്ടോ. അത് താർ ചെയ്തിട്ട് അതിൻ്റെ ഒരു വീഡിയോയും കൂടെ എടുക്കാൻ വരണം. ഇവിടെ കുറച്ച് താഴ്ന്ന പ്രദേശമായിരുന്നു, മണ്ണിട്ട് ഉയർത്തിയേക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ നല്ല ഉയർന്ന പ്രദേശമായിരുന്നു, അത് ഇടിച്ച് താത്തിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞ മണ്ണിടിഞ്ഞ് വീഴാതിരിക്കാനുള്ള ആ ഒരു നിർമ്മാണം പ്രക്രിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. ഡ്രില്ല് ചെയ്തിട്ട് കോൺക്രീറ്റും വേറെ എന്തൊക്കെ മിക്സിങ് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യും. നല്ല ആഴത്തിലാണ് ഡ്രില്ല് ചെയ്യുന്നത് കേട്ടോ. അത് 3.5 മീറ്ററോ, ഒരിക്കൽ ഞാൻ ചോദിച്ചായിരുന്നു. 2.5 മീറ്റർ പിന്നെ 3.5 മീറ്റർ അങ്ങനെയാണ് കേട്ടോ. മേളിലാണെന്നൊന്ന് 2.5 മീറ്റർ, താഴെ 3.5 മീറ്റർ, അതാ തിരിച്ചാ. അത്രയും മീറ്റർ താഴത്തിൽ ഡ്രില്ല് ചെയ്തിട്ട് അതിനകത്ത് കോൺക്രീറ്റും പിന്നെ വേറെ മിശ്രിതം കൂടി ഇങ്ങനെ കമ്പി സഹിതം അത് ഫില്ല് ചെയ്യും. അപ്പോഴേ അത് ഉറച്ചിരിക്കും. ഇങ്ങനെ ഇത്ര ക്യാപ്പ് ഇട്ടിട്ട് മേലോട്ടും ഇങ്ങനെ നീളത്തിലും ഇത്ര ഡിസ്റ്റൻസ് ക്യാപ്പിട്ട് ഇത് ചെയ്യും. അതുകൊണ്ട് തന്നെ മണ്ണിടിയത്തില്ല. അപ്പോൾ അത് ഇവിടെ മിക്കുള്ള ഭാഗത്ത് ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട്. ആറ്റിങ്ങൽ ബൈപ്പാസ് മിക്കുള്ളിടത്ത് ഇത് വേണ്ടി വരും, കാരണം അത്രത്തോളം പല ഭാഗത്തും മണ്ണിടിച്ച് താക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അവിടെ വൃത്തിയായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞായറാഴ്ച അല്ലാത്തൊരു ദിവസം വന്നായിരുന്നെങ്കിൽ ആ പ്രക്രിയ നമുക്ക് കാണാമായിരുന്നു. അപ്പം അത് വർക്ക് നടക്കുന്നില്ല. നമ്മൾ ആയങ്കോണത്ത് എത്തി കേട്ടോ. ഓ, ഇവിടെ കംപ്ലീറ്റ് മാറിയില്ലേ. ആയങ്കോണത്തും ഒരു ഓവർപാസാണ് വരുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇവിടെ ഓവർപാസിൻ്റെ ഭാഗമായിട്ട് മെയിൻ റോഡ് നല്ല ആഴത്തിലിടിച്ച് താത്തിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറഭാഗവും ഇടിച്ച് താകുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതും കൂടെ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഇവിടെ കേട്ടാൽ വാഹനങ്ങൾ ഇതുവഴി തിരിച്ചു വിടും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇതിലെ വാഹനം കടത്തി വിട്ടിട്ട്
ഇവിടെ ഓവർപാസ് പണിയുന്ന പരിപാടി തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കണ്ട ഇവിടെയും ഇങ്ങനെ ഇടിച്ച് താക്കും. അതേ ലെവലിനായിരിക്കും റോഡ് വരുന്നത്. ഇടിച്ച് താക്കുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.